Hello everyone, welcome to Crack with Jack Malayalam channel. This is Deepthi, your reasoning trainer. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 സെറ്റ് ഓഫ് പസിൽസ് ആണ്. അത് SBI ക്ലർക്ക് ലെവൽ പസിൽ സെറ്റ്സ് ആണ്. ഓക്കെ, പക്ഷേ ഞാൻ പസിൽസിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് പസിൽസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് ആ ഡയഗ്രാം കണ്ടിട്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യണം, എടുത്തെഴുതേണ്ട ഒരു കാര്യമാണ് ആ സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മളൊരു ഡയഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെസ്റ്റിൽ ആരാണ്, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരാണ്, ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്. അപ്പോൾ നമുക്ക് ആ പസിൽ കിട്ടിയാൽ തന്നെ 5 ക്വസ്റ്റ്യൻ ജസ്റ്റ് വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്താണ് ആൻസർ ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ആ പസിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പിൽ കയറിയിട്ട് ദീപ്സ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് DEEPSET ദീപ്സ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് എല്ലാ PDF കോഴ്സസും മോക്ക് ടെസ്റ്റ് സീരീസും അതേപോലെ തന്നെ എന്താണ് ബാങ്കിങ് അവെയർനെസ് PDF എല്ലാം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബേസ്ഡ് പസിലാണ്. നമുക്കറിയാം ഫ്ലാറ്റിൽ തന്നെ ഫ്ലോർ ബേസ്ഡ് പസിൽസ്, അതായത് കുറച്ച് 4-5 ഫ്ലോർസ് ഉണ്ടാവും. അതിനകത്ത് എന്താണ് ഓരോ ഫ്ലോറിലും തന്നെ 2 ഫ്ലാറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് SBIയിലാണെങ്കിലും IBPSലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ചിലർക്ക് ഭയങ്കര കൺഫ്യൂസിങ് ടഫായിട്ട് തോന്നും. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ അത്രയും ലെങ്തി ആയതുകൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് പേടി പോലെ ഒരു ടഫായിട്ട് തോന്നും. പക്ഷേ ഇതെന്താണ് ഭയങ്കര ഈസി ആയിട്ടുള്ള, നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. 8 persons ABG 8 persons ആണ്. They are living in a building having 4 floors where ground floor is numbered 1, the floor above it is numbered 2 and so on till the topmost floor which is numbered as 4. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടോപ്പ് മോസ്റ്റ് ഫ്ലോർ എന്താണ്, 4th ഫ്ലോർ ആണ്. നമ്പർ ചെയ്തിരിക്കുന്നത് 4 എന്നാണ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ, സോ ടോപ്പ് മോസ്റ്റ് നമ്പർ ചെയ്തിരിക്കുന്ന 4 ആണ്. 4, 3, 2, 1. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ നമ്പർ ചെയ്തിരിക്കേണ്ടത് എന്താണ്, നമ്പർ ചെയ്യേണ്ടത് 1 എന്നും ഫ്ലോർ എബവ് ഇറ്റ് ഇസ് 1ൻ്റെ മേലെ നമ്മൾ നമ്പർ ചെയ്യേണ്ടത് 2 എന്നും അതേപോലെ സോ ഓൺ 2ൻ്റെ മേലെ 3, 3ൻ്റെ മേലെ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് 4 ആണ്. ഇറ്റ് ഷുഡ് ബി നമ്പർഡ് ആസ് 4. ഓക്കെ, പിന്നെ ഓരോ ഫ്ലോറിനും 2 ടൈപ്സ് ഓഫ് ഫ്ലാറ്റ്സ് ആണ്. അതായത് ഓരോ ഫ്ലോറിനും എന്തുണ്ട്, 2 ഫ്ലാറ്റ് ഉണ്ട് ഓരോ ഫ്ലോറിലും. ഓക്കെ, ഫ്ലാറ്റ് വൈയും ഫ്ലാറ്റ് സെറ്റും ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഫ്ലാറ്റ് വൈ എന്ന് പറയുന്നത് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സ്പീഡിൽ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് വായിക്കണം. ഒരു 30 സെക്കൻഡ്സിൽ മൊത്തം ക്വസ്റ്റ്യൻ വായിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഫ്ലാറ്റ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലാറ്റ് വൈ ഒക്കെ ഇങ്ങനെ മേലെ ആയിരിക്കും. അതേപോലെ ഫ്ലാറ്റ് സെറ്റ് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ മേലെ ആയിരിക്കും. അതായത് ഫ്ലാറ്റ് വൈൻ്റെ മേലെ ഫ്ലാറ്റ് സെറ്റും ഉണ്ടാവില്ല, ഫ്ലാറ്റ് സെറ്റിൻ്റെ മേലെ ഫ്ലാറ്റ് വൈയും ആയിരിക്കില്ല. അതായത് ഫ്ലാറ്റ് വൈ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ അടുക്കടുക്കിയായിരിക്കും. ഫ്ലാറ്റ് സെറ്റും അതുപോലെയാണ്. അതാണ് ഈ സെൻറ്റൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്ലാറ്റ് വൈ ആൻഡ് ഫ്ലാറ്റ് സെറ്റ് സച്ച് ദാറ്റ് ഫ്ലാറ്റ് വൈ ഓഫ് ഫ്ലോർ 2, സെക്കൻഡ് ഫ്ലോറിലെ ഫ്ലാറ്റ് വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലാറ്റ് വൈൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ എല്ലാ ഫ്ലാറ്റ് വൈയും മുകളിലും എല്ലാ ഫ്ലാറ്റ് സെറ്റും മുകളിലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് ഇതുവരെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനിലും ഇത് സെയിം ആയിരിക്കും. ഇനി ഇവിടുന്ന് മുതലാണ് ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലാറ്റ് സെറ്റ് ഇസ് ടു ദ ഈസ്റ്റ് ഓഫ് ഫ്ലാറ്റ് വൈ. പക്ഷേ ഇതിൽ ഏതാണ് ഫ്ലാറ്റ് വൈ, ഇതിൽ ഏതാണ് ഫ്ലാറ്റ് സെറ്റ് നമുക്കറിയില്ല. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫ്ലാറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് വൈൻ്റെ ഈസ്റ്റിലാണ്. ഇതാണ് ഫ്ലാറ്റ് വൈ എങ്കിൽ അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് സെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. വൈൻ്റെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സൈഡല്ലേ വരിക, വൈൻ്റെ വെസ്റ്റാണ് ഈ സൈഡ് അല്ലേ. സോ ഓക്കെ, വൈൻ്റെ വെസ്റ്റിലാണ് ഫ്ലാറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലാറ്റ് സെറ്റ് വരും, ഇവിടെ ഫ്ലാറ്റ് വൈ വരും. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് വൈൻ്റെ ഈസ്റ്റിലാണ് ഫ്ലാറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് വൈ ആണ്, ഇവിടെ ഫ്ലാറ്റ് സെറ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ നോക്കുക. കാരണം ഇതിൽ പെട്ടെന്ന് നമുക്ക് എല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് 1 ഫ്ലോർ ബിറ്റ്വീൻ B ആൻഡ് H ഫ്ലോർ. നമുക്ക് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കിവിടെ എവിടെയെങ്കിലും ക്ലൂ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ക്ലൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ 8 persons അല്ല, അപ്പോൾ ഒരു പേഴ്സൻ്റെ ഇമ്മീഡിയറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് വെസ്റ്റിൽ ഒരാളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. T and U live in the same type of flat. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ടിയും യുവും എന്താണ്, അത് ഏത് ഫ്ലാറ്റിലാണ് ഏത് ഫ്ലോറിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ടിയും യുവും ഒരേ ഫ്ലാറ്റിലാണ്. അതായത് ടി ഫ്ലാറ്റ് വൈ ആണെങ്കിൽ യുവും എന്താണ്, ഫ്ലാറ്റ് വൈയിലായിരിക്കും. ടി ഫ്ലാറ്റ് സെറ്റിലാണെങ്കിൽ യുവും എന്താണ്, ഫ്ലാറ്റ് സെറ്റിലായിരിക്കും. അപ്പോൾ ടിയും യുവും എപ്പോഴും എന്താണ്, ഒരേ ഫ്ലാറ്റിലായിരിക്കും.
ഓക്കെ, ഒരേ ഫ്ലോർ എന്നല്ല, ഒരേ ഫ്ലാറ്റിലായിരിക്കും. ഓക്കെ, സച്ച് ദാറ്റ് ടി ലിവ്സ് ജസ്റ്റ് എബവ് യൂസ് ഫ്ലോർ. പക്ഷെ ഒരു കേസും കൂടി, കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ജസ്റ്റ് എബവ് യൂസ് ഫ്ലാറ്റ്, യുവിൻ്റെ ഫ്ലോറിൻ്റെ തൊട്ട് മുകളിലാണ് ആരിയിരിക്കുന്നത്, ടി ഇരിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും ഒരേ ഫ്ലാറ്റിലാണ്, അതാണ് മേലേക്ക് മേലേക്ക് വന്നത്. പക്ഷേ യുവിൻ്റെ തൊട്ട് മുകളിലാണ് ടി ഉള്ളത്. ഓക്കെ, ആൻഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കണ്ടു, ഈ ആൻഡ് എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിക്കുന്നത്? ടി ആണ്. ടി ലിവ്സ് ജസ്റ്റ് അബവ് യൂസ് ഫ്ലോർ ആൻഡ് ലിവ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ടി എവിടെയാണുള്ളത്? ടി ലിവ്സ് ഇമ്മീഡിയറ്റ് വെസ്റ്റ് ഓഫ് ബി എന്നാണ്. ടി ലിവ്സ് ഇമ്മീഡിയറ്റ് വെസ്റ്റ് ഓഫ് ബി. അതായത് ടി ഇവിടെയാണെങ്കിൽ ഇവിടെ ആരുണ്ടാവും? ബി ഉണ്ടാവും. ബിയുടെ ഇമ്മീഡിയറ്റ് വെസ്റ്റിലാണ് ടി, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? അപ്പോൾ ഇത് ഏത് ഫ്ലോർ ആണെന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ ഒരു ടി ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ബി ഉണ്ടാവും, ടിയുടെ തൊട്ട് താഴെ യു ഉണ്ടാവും. പക്ഷേ ഇത് ഏതാ ഫ്ലോർന്ന് നമുക്ക് അറിയില്ല. ഇനി നെക്സ്റ്റ് വൺ, എൻ ഡസ് നോട്ട് ലിവ് എബൌട്ട് ടി ഫ്ലാറ്റ്, എച്ച് ലിവ്സ് ഓൺ എ ഫ്ലോർ എബവ് ബി. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ദർ ഈസ് വൺ ഫ്ലോർ ബിറ്റ്വീൻ ബീസ് ആൻഡ് എച്ച് ഫ്ലോർ. ഇനി ബിയുടെയും എച്ചിൻ്റെയും ഫ്ലോറിലും തമ്മിൽ, ബിയുടെ ഫ്ലോറും എച്ചിൻ്റെ ഫ്ലോറും തമ്മിൽ എത്ര ഫ്ലോർ ഉണ്ട്? ഒരു ഫ്ലോർ ആണുള്ളത്. ഓക്കെ, ഇപ്പം ഇതൊരു ഫ്ലോറാണ്. ഇതിപ്പോൾ ഞാൻ സൈഡിൽ ജസ്റ്റ് നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് യു, ഇത് ടി, പിന്നെ ഒരു ഫ്ലോർ കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്? എച്ച് ഉണ്ട്. പക്ഷേ ഏത് ഫ്ലാറ്റാണ് നമുക്കറിയില്ല. ഒന്നെങ്കിൽ ഫ്ലാറ്റ് വൈ ആവാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് സെറ്റ് ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലാറ്റ് എച്ച് എന്ന് പറയുന്നത് ഫോർത്ത് ഫ്ലോറിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ തേർഡ് ഫ്ലോർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ടി, ഇവിടെ ബി, പിന്നെ ഇവിടെ യു, അല്ലേ? ദിസ് ഇസ് ബി കേട്ടോ. അപ്പോൾ ടി ബി യു, കാരണം എന്താണ്? ബിയും എച്ചും തമ്മിൽ ഒരു ഫ്ലോർ, കണ്ടോ? ഈ തേർഡ് ഫ്ലോർ ആണ് ഗ്യാപ്പ്, അല്ലേ? സോ ദർ ഇസ് വൺ ഫ്ലോർ ബിറ്റ്വീൻ, ഈ സെൻറ്റൻസ് ആണ്, ദർ ഇസ് വൺ ഫ്ലോർ ബിറ്റ്വീൻ ബീസ് ആൻഡ് എച്ച് ഫ്ലോർ. പക്ഷേ എച്ച് ഏത് ഫ്ലാറ്റിലാണെന്ന് നമുക്കറിയില്ല. ഈ ഫ്ലോറിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഫോർത്ത് ഫ്ലോറിലാണെന്ന്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എച്ച് ലിവ്സ് ഓൺ എ ഫ്ലോർ എബവ് ബി. എച്ച് ലിവ്സ് ഓൺ എ ഫ്ലോർ എബവ് ബി. യാ, ബി അത് ഓൾറെഡി പറഞ്ഞില്ലേ, ദർ ഇസ് വൺ. ഓക്കെ, അപ്പോൾ എന്തായാലും എച്ച് എന്തായാലും ബിയുടെ മുകളിൽ തന്നെയാണ്. ബി ആൻഡ് എച്ച് ലിവ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ്സ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ്സ്. അപ്പോൾ എന്തായാലും ഫ്ലാറ്റ് സെഡിലാണ് ബി. അപ്പോൾ എച്ച് ഒരിക്കലും എവിടെ വരില്ല? ഈ ഫ്ലാറ്റ് സെഡിൽ വരില്ല. അപ്പോൾ ഇതിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എച്ച് എവിടെയാണ്? ഫ്ലാറ്റ് വൈയിലാണ്. കാരണം ഫ്ലാറ്റ് എച്ചും ബിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ്സിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ എന്താ നോക്കാം. ഓക്കെ, okay, G lives just below R's flat. G lives just below R's flat such that both live in the same type of flat. അതായത് ആറും ജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, ആറും ജിയും, ആറിൻ്റെ തൊട്ട് താഴെ ആര് വരണം? ജി വരണം. ജി ലിവ്സ് ജസ്റ്റ് ബിലോ ആർസ് ഫ്ലാറ്റ്, ആറിൻ്റെ ഫ്ലാറ്റ്, അപ്പോൾ അവർ രണ്ടാളും സെയിം ഫ്ലാറ്റ് ആണ്, അല്ലേ? ആറിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലാറ്റിലാണ് ആരിയിരിക്കുന്നത്? ജി ഇരിക്കുന്നത്. സെയിം ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഇവിടെ ഒന്നും നമ്മൾക്ക് എന്തെങ്കിലും ആറ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എച്ച് ഉണ്ട്, പിന്നെ ഇവിടെ പ്ലേസ് ചെയ്താൽ താഴെ എന്ത് വരണം? ഇവിടെ ടി ആണ്, പക്ഷെ ഇവിടെ താഴെ ജി വരണം. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്, ആറും ജിയും, അല്ലേ? കാരണം ആറിൻ്റെ തൊട്ട് താഴെയാണ് ജി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോർ ഫില്ലായി, ഈ ഫ്ലോറും ഫില്ലായി. ഇനി ഇവിടെ ജിയും പിന്നെ ഇവിടെയും, ഇവിടെ രണ്ട് ബ്ലാങ്ക് ഉണ്ട്, അല്ലേ? അവിടെ എന്താണ് നമുക്ക് നോക്കാം. എൻ ഡസ് നോട്ട് ലിവ് എബൌട്ട് ടി ഫ്ലാറ്റ്. ടിയുടെ മുകളിൽ ഒരിക്കലും ആരുണ്ടാവില്ല? എൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും എൻ. ഓക്കെ, പിന്നെ ആരാ ബാക്കിയുള്ളത്? എ ബി ജി എൻ ആർ ടി യു, എ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ എ ഈ തേർഡ് ഫ്ലോറിൽ ഇവിടെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, എച്ച് ആർ എ ജി ടി ബി എൻ യു എൻ. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അധികം ഈ ഒരു മോഡലിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എന്താണ്? സെയിം 4 ഫ്ലോർസ് ആണ്. ഫോർ ഫ്ലോർസും 2 ഫ്ലാറ്റും ആണ്. എന്താണ്
ground floor is numbered 1, 2, 3, 4. Each of the floor consists of 2 flats, flat P and flat Q ആണ്. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് ഫ്ലാറ്റ് പി എന്ന് പറയുന്നത് വെസ്റ്റ് ഓഫ് ഫ്ലാറ്റ് ക്യൂ ആണ്. ഫ്ലാറ്റ് പി വിച്ച് ഇസ് ഇൻ വെസ്റ്റ് ഓഫ് ഫ്ലാറ്റ് ക്യൂ. ഫ്ലാറ്റ് ക്യൂവിൻ്റെ വെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക? ഫ്ലാറ്റ് പി. ഇവിടെയാണ് ഫ്ലാറ്റ് ക്യൂ. കാരണം ഫ്ലാറ്റ് ക്യൂവിൻ്റെ വെസ്റ്റിലാണ് എന്ത് വരുന്നത്? ഫ്ലാറ്റ് പി വരുന്നത്. ഇനി ഇതിലെവിടെയാണ് ക്ലൂ നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരെ എന്താണ്? ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. ഫ്ലാറ്റ് പി ഒക്കെ മേലേക്കായിരിക്കും, ഫ്ലാറ്റ് ക്യൂ ഒക്കെ മേലേക്ക്, അതാണ് പറയുന്നത്. എ ലിവ്സ് ഓൺ ആൻ ഈവൺ നമ്പേർഡ് ഫ്ലോർ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്ലോർ നമ്പർ 4-ലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോർ നമ്പർ 2-ലായിരിക്കും അല്ലേ? ഒന്നെങ്കിൽ എ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എ എവിടെയായിരിക്കും? 4th ഫ്ലോറിലായിരിക്കും. ഓക്കെ, എ ലിവ്സ് ജസ്റ്റ് എബവ് ദ ഫ്ലാറ്റ് ഓഫ് ഇ. അപ്പോൾ എ എന്ന് പറയുന്നത്, പിന്നെ നമ്മൾക്കറിയാം എ ഈസ് ജസ്റ്റ് എബവ് ദ ഫ്ലാറ്റ് ഓഫ് ഇ. അപ്പോൾ എയും ഇയും സെയിം ഫ്ലാറ്റിലാണ്, ഇയുടെ തൊട്ട് മുകളിലാണ്. ഓക്കെ, ബി ലിവ്സ് ടു ദ വെസ്റ്റ് ഓഫ് ഇ. കണ്ടോ, ഇതാണ് മെയിൻ ക്ലൂ. ബി ലിവ്സ് ടു ദ വെസ്റ്റ് ഓഫ് ഇ. ഇയുടെ വെസ്റ്റിലാണ് ബി. അപ്പം ബിയും ഇയും എന്താണ്? ഒരേ ഫ്ലോറിലാണെന്ന് മനസ്സിലായി. ഇയുടെ വെസ്റ്റിലാണ് ബി ഇരിക്കുന്നത്. ഇയുടെ തൊട്ട് മുകളിൽ എയും ഉണ്ട്. പിന്നെ വരുന്നത് ജി എന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ്. ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ അല്ലേ? ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ. അപ്പോൾ എന്തായാലും 3rd ഫ്ലോറിൽ ബി ഇ വരില്ല എന്ന് മനസ്സിലായി. പിന്നെ 2nd ഫ്ലോറിൽ ബി ഇ നമ്മൾക്ക് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. ഓക്കെ, പിന്നെ വേറെ കണ്ടീഷൻസ് കൂടി വായിക്കാം. 1 ഫ്ലോർ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. ഡിയും സിയും തമ്മിൽ ഒരു ഫ്ലോർ ഗ്യാപ്പ് ആണുള്ളത്. അപ്പം എ ഡി ബി ഇ. അപ്പം നമ്മൾക്ക് എവിടെ കൊടുക്കാൻ പറ്റും? ഡിയും സിയും. എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. എച്ച് എന്ന് പറയുന്നത് ഡിയുടെ ഈസ്റ്റിലാണ്. നമ്മൾക്ക് ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബിയും ഇയും നമ്മൾ എ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യുക. എ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, എ ഇപ്പോൾ 2nd ഫ്ലോർ ആണ് കൊടുക്കുന്നതെങ്കിൽ എ എവിടെയായിരിക്കും വരിക? ഇയുടെ തൊട്ട് മുകളിലായിരിക്കും അല്ലേ? നമ്മൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുക, എന്നിട്ട് നമ്മൾ മറ്റേ കേസ് നോക്കുക. ഓക്കെ, അപ്പോൾ ബി ഇ ഇവിടെ വരും. എ 2nd ഫ്ലോറിലാണെങ്കിൽ എ ഇവിടെ വരും, ബി ഇ ഇവിടെ വരും. ജി 3rd ഫ്ലോറിലാണ്, പക്ഷേ എവിടെയാണെന്ന് നമുക്കറിയില്ല അല്ലേ? പക്ഷേ എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. ബിയും ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ. ബോത്ത് എഫ് ആൻഡ് സി ലിവ്സ് ഇൻ ദ ഡിഫറെൻറ്റ് ഫ്ലാറ്റ്. ജി എവിടെയാണ്? 3rd ഫ്ലോറിലാണ്. ഓക്കെ, ഡിയും സിയും തമ്മിൽ ഒരു ഫ്ലോർ ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടെ എന്തായാലും എന്താണ്? ജി ഉണ്ട് അല്ലേ? ഈ 3rd ഫ്ലോറിൽ ജി ഉണ്ട്. ഡിയും സിയും തമ്മിൽ ഒരു ഫ്ലോർ ഗ്യാപ്പാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഡി സി വരില്ല, ഇവിടെ ബി ഇ ഉണ്ട്. പിന്നെ ഇവിടെ ഡി സി വരും. അപ്പോൾ ഈ ഒരു ഫ്ലോർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എന്താവും? ഡി സി വരും അല്ലേ? ഇവിടെ എന്താണ്? ഡി സി വരും. പിന്നെ പറയുന്നുണ്ട് എച്ച് ലിവ്സ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡി. എച്ച് എന്ന് പറയുന്നത് ഡിയുടെ ഈസ്റ്റിലാണ്. അപ്പോൾ എന്താണ്? ഡി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? എച്ച് വരും. അപ്പോൾ ഇവിടെ എന്താണ്? സി ആണെന്ന് മനസ്സിലായി അല്ലേ? ഡിയുടെ ഈസ്റ്റിലാണ് എച്ച്. അപ്പം ഈ ഫ്ലോർ ഫില്ലായി. ഇവിടെ ജി യു ആണുള്ളത്. ജി ലിവ്സ് ഓൺ ദ 3rd ഫ്ലോർ. എഫ് ആൻഡ് സി ലിവ് ഇൻ ദ ഡിഫറെൻറ്റ് ഫ്ലാറ്റ്സ്. എഫും സിയും ഡിഫറെൻറ്റ് ഫ്ലാറ്റ്സിലാണ്. അപ്പം ബാക്കിയുള്ള എഫ് എവിടെയാണ്? ഇവിടെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? ജിയും വരും. കാരണം ഡിഫറെൻറ്റ് ഫ്ലാറ്റ്സിലാണ് സിയും എഫും. ഓക്കെ, അപ്പോൾ ഡി എച്ച് ജി എഫ് സി എ ബി ഇ ഈസ് ദ റൈറ്റ് ആൻസർ. പിന്നെ ഇതിനോടനുബന്ധിച്ച് എന്ത് ചോദിക്കും? ജിയുടെ ഇമ്മീഡിയറ്റ് എന്താണ്? ഈസ്റ്റിൽ ആരാണുള്ളത്? ഫ്ലാറ്റ് ക്യൂവിൽ 3rd ഫ്ലോറിലെ ഫ്ലാറ്റ് ക്യൂവിൽ ആരാണ്? സിയുടെ തൊട്ട് മുകളിൽ ഉള്ള ഫ്ലാറ്റിൽ ആരാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാംസ് കണ്ടിട്ട് തന്നെ ചെയ്യേണ്ട ആൻസേഴ്സ് ആണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മന്ത് ബേസ്ഡ് ആണ്. 8 persons ഉണ്ട്, ബോൺ ഇൻ 4 different months. ഓക്കെ,
2 ഡിഫറെൻറ്റ് ഡേറ്റ്സ് 19 ആൻഡ് 24. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും വരാറ്. അതായത് 4 മന്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും 2 ഡേറ്റ് തന്നിട്ടുണ്ട്, 19ഉം 24ഉം. ഓക്കെ, അതായത് 8 ആൾക്കാർ ജനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജാനുവരി മന്ത് തന്നിട്ടുണ്ട്, ജാനുവരി, ഏപ്രിൽ, ജൂലൈ ആൻഡ് സെപ്റ്റംബർ. അപ്പോൾ എന്ത് ചെയ്യുക, ജാനുവരി, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ. രണ്ട് ഡേറ്റ്സും തന്നിട്ടുണ്ട്, 19ഉം 24ഉം. ഓക്കെ, അപ്പോൾ ഒരാൾ ജാനുവരി 19th ആണെങ്കിൽ വേറെ ആൾ ജാനുവരി 24th ആയിരിക്കും, വേറെ ആൾ ഏപ്രിൽ 19th ആണെങ്കിൽ വേറെ ആൾ ഏപ്രിൽ 24th. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ബർത്ത് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ക്ലൂ എന്ന് പറയുന്നത് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഒരു ക്ലൂ ആണ്. എം വാസ് ബോൺ ഓൺ 19th ഏപ്രിൽ. എം എന്ന് പറയുന്നത് ഏപ്രിൽ 19th എം ജനിച്ചത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എം ധൈര്യമായിട്ട് പ്ലേസ് ചെയ്യാം. ആൻഡ് ഓൺലി വൺ പേഴ്സൺ വാസ് ബോൺ ബിറ്റ്വീൻ എം ആൻഡ് എസ്. അപ്പോൾ എമ്മും എസ്സും തമ്മിൽ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് ഇവിടെ എസ് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് എസ് കൊടുക്കാം. നമുക്ക് നോക്കാം ഏത് കണ്ടീഷനാണ് വരുന്നതെന്ന്. ഓക്കെ, ആർ ആൻഡ് എൻ വാസ് ബോൺ ഓൺ ദ സെയിം മന്ത്. ആറും എന്നും സെയിം മന്താണ്. അപ്പോൾ ഒന്നെങ്കിൽ എന്താണ്, ആറും എന്നും സെപ്റ്റംബറിലാവാം, അല്ലെങ്കിൽ ആറും എന്നും എന്താണ് ജാനുവരിയിലാവാം അല്ലേ, കാരണം ആറും എന്നും സെയിം മന്താണ്. അപ്പോൾ ഒന്നെങ്കിൽ എസ് ഇവിടെ ആവാം, അല്ലെങ്കിൽ എസ് ഇവിടെ ആവാം. ഓക്കെ, എസ് ഇവിടെ ആവാം, ഒന്നെങ്കിൽ എസ് ഇവിടെ ആവാം, അല്ലെങ്കിൽ എസ് ഇവിടെ ആവാം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ബോത്ത് ആർ ആൻഡ് എൻ ആർ നോട്ട് ബോൺ ഇൻ സെപ്റ്റംബർ മന്ത്. അപ്പോൾ ആറും എന്നും ഒരേ മാസത്തിലായതുകൊണ്ട് ഡേറ്റ് ഏതാണെന്ന് അറിയില്ല. ആറും എന്നും സെയിം മന്ത് ആയതുകൊണ്ട് ഏപ്രിലും ജൂലൈയിലും ആറും എന്നും വെക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി എമ്മും എസ്സും ഉണ്ട്. പിന്നെ വരുന്നത് എം എസ് അല്ലെങ്കിൽ ഓക്കെ അല്ല, സെപ്റ്റംബറിൽ ആർ ആൻഡ് എൻ ആർ നോട്ട് ബോൺ ഇൻ സെപ്റ്റംബർ. സെപ്റ്റംബറിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആറും എന്നും വെക്കാൻ പറ്റില്ല. ഇവിടെ എന്തായാലും ആറും എന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഏതാണ് ചാൻസ് ഉള്ളത്, ഇപ്പം ഇവിടെ എസ് ആണെങ്കിൽ നമ്മൾക്ക് എവിടെ വെക്കാൻ പറ്റും, ഇവിടെ ആറും എന്നും വെക്കാൻ പറ്റും അല്ലേ. ആർ ഓർ എൻ ഇവിടെ വെക്കാം, ഇവിടെ എസ് ആണെങ്കിൽ. ഇനി ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെയാണ്, നമുക്കത് നോക്കാം. ഇവിടെ എസ് ഉള്ള കണ്ടീഷൻ നോക്കാം. ആർ വാസ് ബോൺ, ഒന്നും കൂടി വായിച്ചു നോക്കട്ടെ. ഓൺലി വൺ പേഴ്സൺ വാസ് ബോൺ ബിറ്റ്വീൻ എം ആൻഡ് എസ്. എമ്മിൻ്റെയും എസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഓൺലി വൺ പേഴ്സൺ വാസ് ബോൺ. ഓക്കെ, and M was born on 19th April and only one person was born between M and S. Okay, R and N was born on the same month. T was born on one of the days after S. അപ്പോൾ S കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു ഡേയിലാണ് ആര് T was born. T was born on one of the days after S. Only two persons were born between R and Q. അപ്പോൾ ആറും ക്യൂവും തമ്മിൽ എത്ര ആൾക്കാരാണ്, 2 persons ആണ്. ഓക്കെ, O was born one of the days before P. അപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് R was born one of the days before N. എന്നിൻ്റെ മുന്നേ തന്നെ ആര് ജനിച്ചിട്ടുണ്ട്, R ജനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ആറും ഇവിടെ എന്നും ആണ്, കാരണം ജാനുവരി 19th ആണെങ്കിൽ ജാനുവരി 24th എൻ. സോ ആറ് എൻ. ആർ വാസ് ബോൺ വൺ ഓഫ് ദ ഡേയ്സ് ബിഫോർ എൻ. അപ്പോൾ ആർ എൻ കിട്ടി, പിന്നെ എം, പിന്നെ എസ്, പിന്നെ ഇവിടെ നമ്മൾക്ക് അറിയില്ല. ഓക്കെ, ഇവിടെയാണ് എസ് കഴിഞ്ഞിട്ടാണ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് ബോൺ ബിറ്റ്വീൻ ടി ആൻഡ് ഒ. അതായത് ടിയും ഓവും എത്ര ഇൻ ബിറ്റ്വീൻ എത്ര ആളുണ്ട്. ഇനി 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. ഓക്കെ, ഈ സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. ടിയുടെയും ഓൻ്റെയും ഇടയിൽ എത്ര ആളുണ്ട്, അതേപോലെ പിൻ്റെയും എസിൻ്റെയും ഇടയിൽ ആൾ. ഇത് രണ്ടിൻ്റെയും നമ്പർ ഓഫ് പേഴ്സൺസ് സെയിം ആയിരിക്കും. ടീൻ്റെയും ഇടയിലും എത്ര ആളുണ്ട് അതേ ആളാണ് പിൻ്റെയും എസിൻ്റെയും ഇടയിലുണ്ടാവുക. ഓക്കെ, പക്ഷേ അതിനെവിടെയോ ഒരു സെൻറ്റൻസ് മിസ്സിംഗ് ആണ്. ഓൺലി ടു പേഴ്സൺസ് വർ ബോൺ ബിറ്റ്വീൻ എസ് ആൻഡ് ടി. എസും ടിയും തമ്മിൽ എത്ര ആൾക്കാരാണ്, ഓൺലി 2 persons. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1, 2. അപ്പോൾ ഇവിടെ നമുക്ക് ടി എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം.
അല്ലേ? സോ ഓൺലി 2 persons, 1 2, only 2 persons were born between S and T. ഓക്കെ, പിന്നെന്താണ് നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ T and O. ടിയും ഒയും എത്രയാണ്? ഇസ്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ O ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് O ഇവിടെ കൊടുക്കാം. അപ്പോൾ എവിടെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിയും ഒയും എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ P കൊടുക്കുകയാണെങ്കിൽ എസും പിയും 0 ആണ്. ഇനിയിപ്പോൾ ടി ഇവിടെ ഓയും കൊടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ 1 ആണ് അല്ലേ? ടിയുടെയും ഓൻ്റെയും തമ്മിലുള്ള ഇടയിൽ ഒരാളാണുള്ളത്. പക്ഷെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, O was born one of the days before P. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ പോയിന്റ്. O was born one of the days before P. അപ്പം ആരെ ഫസ്റ്റ് ജനിച്ചത്? O ആണ് ഫസ്റ്റ് ജനിച്ചത് അല്ലേ? O was born one of the days before P. അപ്പം എന്താണ്? ടിയും ഒയും തമ്മിൽ എത്ര ആളുണ്ട്? ഒരാൾ. അതേപോലെ ടിയും പിയും എസും തമ്മിൽ, പിയും എസും ഇടയിൽ എത്ര ആളുണ്ട്? ഒരാളാണുള്ളത്. അപ്പോൾ എല്ലാ ഇതും കറക്റ്റായി. ഇനി ബാക്കിയുള്ളത് Q ആണ്. ദാ ഓൺലി 2 persons were born between R and Q. ഓൺലി 2 persons, 1 2. ഓൺലി 2 persons were born between. അപ്പോൾ ഇതും 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 എല്ലാം നമുക്ക് കിട്ടി അല്ലേ? എല്ലാ മന്തിലും R N M Q S O P T. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് അൺസർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. അൺസർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. അതായത് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, പക്ഷെ എത്ര ആളാണെന്നുള്ളത് അറിയില്ല. അൺസർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. അൺസർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര ആൾ വേണമെങ്കിലും ആവാം, നമുക്ക് എത്ര ആളാണെന്നുള്ളത് അറിയില്ല. പക്ഷെ എല്ലാവരും എന്താണ്? ഫേസിങ് നോർത്താണ്. എല്ലാവരും ഫേസിങ് നോർത്താണ്. പക്ഷെ അൺസർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് കുറേ പ്രാക്ടീസ് ചെയ്യാണ്, ഭയങ്കര ഈസിയാണ്. ഇതിലേതാണ് ക്ലൂ നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അൺസർട്ടൻ നമ്പർ ഓഫ് അൺസർട്ടൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ അതായത് ഇത്ര നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നില്ല, 10 നമ്പർ ഓഫ് പീപ്പിൾ എന്നോ 12 നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അൺസർട്ടൻ നമ്പർ, എത്ര നമ്പർ ഓഫ് പീപ്പിൾ എന്ന് അറിയാത്ത കേസസിൽ നമുക്ക് എപ്പോഴും ഒരു ക്ലൂ ആയിട്ട് എടുക്കേണ്ടത് എൻഡ്, എക്സ്ട്രീം എൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, എന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്നുണ്ടാവും. എക്സ്ട്രീം ലെഫ്റ്റ് എൻഡോ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് എൻഡോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ കീവേഡ്. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ക്ലൂ. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എസ് സിറ്റ് 6 ലെഫ്റ്റ് ഓഫ് Q ആൻഡ് 8 ഫ്രം ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദ റോ അല്ലേ? ഇവിടെയും പറയുന്നത് തേർഡ് ഫ്രം വൺ എൻഡ് ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ്, വൺ എൻഡ് ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ് ആണ്. പക്ഷേ ഇവിടെ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്, ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇതാണ് റൈറ്റ് എൻഡ് അല്ലേ? ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇതാണ് റൈറ്റ് എൻഡ്. സോ 8th ഫ്രം എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദ റോ, എക്സ്ട്രീം ലെഫ്റ്റ് എന്ന്. അപ്പോൾ ഇതാണ് എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് എന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 8th 1 2 3 4 5 6 7 8. ഈ 8ലാണ് ആരിയ്ക്കുന്നത്? എസ്. എസ് സിറ്റ് 6 to the left of Q and 8th from the extreme left end of the row. അതേപോലെ എസ് എവിടെയാണ്? 6th to the left of Q. അപ്പോൾ ഇവിടെ എവിടെയും Q വരില്ല, കാരണം ഈ സൈഡിൽ Q ആണെങ്കിൽ എന്താണ്? Qൻ്റെ റൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയോ Qൻ്റെ ലെഫ്റ്റ്. ഇവിടെ Q അല്ലേ? ഇവിടെയാണ് Q. അപ്പോൾ 1 2 3 4 5 6 Qൻ്റെ സിക്സ്ത് ലെഫ്റ്റ്. ഇത് ലെഫ്റ്റ് ആണ് Qൻ്റെ അല്ലേ? Q ഫേസിങ് നോർത്ത്. അപ്പോൾ Qൻ്റെ ലെഫ്റ്റ് സൈഡിൽ 6th 1 2 3 4 5 6th. ഓക്കെ, സോ എസ് സിറ്റ് 6 to the left of the Q and 8 from the extreme left end. പിന്നെ പറയുന്നത് R സിറ്റ് 4th to the left of S. എസിൻ്റെ ലെഫ്റ്റ് ഏതാണ്? ഈ സൈഡാണ്. എസിൻ്റെ ലെഫ്റ്റിന്ന് 4th 1 2 3 4 ഇതാണ് എന്ത്? R. ഓക്കെ, പിന്നെ പറയുന്നത് ദർ ആർ 5 പീപ്പിൾ സിറ്റിംഗ് ബിറ്റ്വീൻ R ആൻഡ് T. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തായാലും ഇല്ല, കാരണം ഇത് എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ആണ്. അപ്പോൾ ആറും ടിയും തമ്മിൽ 5 പീപ്പിളാണ്. സോ 1 2 3 4 5. സോ ദിസ് ഇസ് T. ദർ ആർ 5 പീപ്പിൾ സിറ്റിംഗ് ബിറ്റ്വീൻ R ആൻഡ് T. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ,
ദ നെക്സ്റ്റ് വൺ യൂസ് ഇറ്റ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് അല്ലേ? അപ്പോൾ അവിടെ യു ആണ്. പിന്നെ നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് പീപ്പിൾ സിറ്റിംഗ് ബിറ്റ്വീൻ യു ആൻഡ് എസ്. യു ആൻഡ് എസ് എത്ര ആൾക്കാരുണ്ട്? ആരുമില്ല, 0 ആണ്. സെയിം ആസ് നമ്പർ ഓഫ് പീപ്പിൾ സിറ്റിംഗ് ബിറ്റ്വീൻ ടി ആൻഡ് വി. അപ്പോൾ വി ഇവിടെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ടിയുടെയും വിൻ്റെയും ഇടയിൽ ആരുമില്ല. ഡബ്ല്യു സിറ്റ് 7 ടു ദ റൈറ്റ് ഓഫ് വി. ഇതാണ് വി. വിയുടെ റൈറ്റ് 7th റൈറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7. ഇതാണ് 7th റൈറ്റ്. അവിടെ ആരാണ്? ഡബ്ല്യു. ഡബ്ല്യു സിറ്റ് 7th റൈറ്റ് ഓഫ് വി. 1 2 3 4 5 6 7th റൈറ്റ് ആൻഡ് തേർഡ് ഫ്രം വൺ എൻഡ് ഓഫ് ദ എക്സ്ട്രീം എൻഡ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഡബ്ല്യു തന്നെയാണ്. ഡബ്ല്യു സിറ്റ് 7th റൈറ്റ് ഓഫ് വി ആൻഡ് തേർഡ് ഫ്രം വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ്. കണ്ടോ? അപ്പം സോറി, ഇതെന്താണ്? ഇതാണ് എൻഡ് നമുക്ക് കിട്ടി. അപ്പോൾ എത്ര നമ്പർ ഓഫ് പീപ്പിൾ ആണെന്ന് നമുക്ക് കിട്ടി? മനസ്സിലായി. അപ്പോൾ ഇത് ലെഫ്റ്റ് എൻഡും കിട്ടി, ലെഫ്റ്റിലെ എക്സ്ട്രീം എൻഡും കിട്ടി, റൈറ്റിലെ എക്സ്ട്രീം എൻഡും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് 1 2 3. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് അപ്പം ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്ര ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇതിനകത്ത് എണ്ണുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ടോട്ടൽ എത്ര പീപ്പിളാണ്? 20 പീപ്പിൾ ടോട്ടൽ. ഓക്കെ, പിന്നെ എന്ത് ചോദിക്കും? എസിൻ്റെ സെക്കൻഡ് റൈറ്റ് ആരാണ്? എക്സ്ട്രീം എൻഡിൽ ആരുമില്ല അല്ലേ? അപ്പം അത് ചോദിക്കില്ല. പിന്നെ ക്യൂവിൻ്റെ അങ്ങനെ ഇങ്ങനെ ഇതിൽ തന്നെ ഈ പിക്ചറിൽ തന്നെ കണ്ടിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ PQRS to the box based puzzles ആണ്. They are arranged in a such a manner that box 1 is at the bottom. P, Q, R, S, T, U, V and W are 8 different boxes. They are arranged in such a manner that box 1 is at the bottom, the box 2 is above it and so on, such that the topmost box is box number 8. R is box now. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ 8 വരെയുള്ള 8 7 6 5 4 3 2 1. ഓക്കെ, സോ ആർ ഇസ് ബോക്സ് നമ്പർ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ആർ ഇസ് ബോക്സ് നമ്പർ 3. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 6 പ്ലേസ് ചെയ്യാം. 6 എന്ന് പറയുന്നത് ബോക്സ് നമ്പർ 3ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലി 2 ബോക്സ് ആർ ദർ ബിറ്റ്വീൻ ബോക്സ് ആർ ആൻഡ് വി. അപ്പോൾ താഴോട്ട് എന്തായാലും കൊടുക്കാൻ പറ്റില്ല, 2 ബോക്സ് അല്ലേ? സോ 1 2. അപ്പോൾ ഇവിടെയാണ് വി. ഓക്കെ, ഇതൊക്കെ എന്താണ്? 8 ഡിഫറെൻറ്റ് ബോക്സസ് ആണ്. സോ ബോക്സ് only 2 boxes are there between box R and box V. W lives immediately above the box Q. Only 1 box is there between T and Q. Only 1 person live between R and S. R ഉം S ഉം തമ്മിൽ ഇൻ ബിറ്റ്വീൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക? ഇവിടെ തന്നെ V, ഇവിടെ തന്നെ, പിന്നെ R ഇവിടെ, പിന്നെ നമ്മൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം അല്ലേ? ഓൺലി 1 പേഴ്സൺ. സോ ഇവിടെ വേണമെങ്കിൽ ഓൺലി 1 പേഴ്സൺ ബിറ്റ്വീൻ ആർ ആൻഡ് എസ്. ആറിൻ്റെയും എസിൻ്റെയും ഇടയിൽ ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കാം, ആറിൻ്റെയും എസിൻ്റെയും ഇടയിൽ ഒരാൾ. ഒന്നുകിൽ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ മേലെ കൊടുക്കാം. ബോക്സ് എസ് ഇസ് സംവർ ബിലോ ടി. അപ്പോൾ ടിയുടെ എവിടെയോ താഴെയാണ് ബോക്സ് എസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇവിടെ എവിടെയോ ആണ് എന്ത് വരിക? ടി വരിക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇത്രയും ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഓൺലി 2 ബോക്സ് ആർ ദർ ബിറ്റ്വീൻ. അത് കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ബോക്സ് ഡബ്ല്യു ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ ബോക്സ് ക്യൂ. ക്യൂയുടെ തൊട്ട് മുകളിലാണ് ഡബ്ല്യു ഇരിക്കുന്നത്. അപ്പോൾ ഡബ്ല്യു ക്യൂ എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ കാണണം. പിന്നെ വരുന്നത് ഓൺലി 1 ബോക്സ് ഇസ് ദർ ബിറ്റ്വീൻ ബോക്സ് ടി ആൻഡ് യു. ടീൻ്റെയും യുവിൻ്റെയും ഇടയിൽ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ബോക്സ് ടി ലിവ്സ് എബവ് ബോക്സ് യു. എങ്ങനെയാണ്? ടിയുടെയും
യുഡിയും ഇങ്ങനെ ഒരു കേസും കാണാം, ഇങ്ങനെ ഒരു കേസും കാണും. ഈ രണ്ട് കേസാണ് നമ്മളിനി കാണേണ്ടത്. ഡബ്ല്യൂയും ക്യൂയും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ക്യൂവിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് ഡബ്ല്യു കാണണം. അതേപോലെ ടി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് യുവും കാണണം. അപ്പം ഈ ഫസ്റ്റ് കേസിൽ ഈ കേസിലാണെങ്കിൽ നമുക്ക് ഡബ്ല്യു ക്യൂ കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ് അല്ലേ. ഡബ്ല്യു ക്യൂ കൊടുക്കാൻ പറ്റുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ടി വരണം. അപ്പോൾ ടി മിസ്സിങ് അല്ലേ. ടി എന്ന് പറയുന്നത് എസിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഈ കേസ് എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല എന്ന് മനസ്സിലായി. ഇനി ഇവിടെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡബ്ല്യു ക്യൂ കൊടുക്കാം. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡബ്ല്യു ക്യൂ കൊടുക്കാം. ഓക്കെ, അപ്പം പിന്നെന്താണ്, ടിയും യുവും തമ്മിൽ ഒരു ഇതാണ് വരേണ്ടത്. അപ്പം ഡബ്ല്യു ക്യൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, ടി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ യു ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടി കൊടുത്തു നോക്കാം. ടി ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇവിടെ യു ഇല്ല. പിന്നെ ടി ഇവിടെ കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ യു. പിന്നെ ടി ഇവിടെ യു, ഇങ്ങനെ നമുക്ക് കൊടുക്കാം ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഓക്കെ, only two boxes are there between R and V. W lives immediately above the box Q. WQ and only one box is there between box T and box U. Tയും യുവും തമ്മിൽ ഒരു ബോക്സേ ഉള്ളൂ. ബോക്സ് ടി ലിവ്സ് എബവ് ബോക്സ് യു. ടി യു, ടി ഇവിടെയാണെങ്കിൽ ഇവിടെ യു വരണം അല്ലേ, അങ്ങനത്തെ ഒരു കേസ്. പിന്നെ ഇവിടെ ടി കൊടുത്തിട്ട് ഇവിടെ യു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡബ്ല്യു ക്യൂ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരണ്ടേ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡബ്ല്യു ഇവിടെ ക്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടി ഇടാൻ പറ്റില്ല, ഇവിടെ ടി ഇടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ യു വരും അല്ലേ. സോ ഓൺലി വൺ ബോക്സ് ഇസ് ദർ ബിറ്റ്വീൻ ബോക്സ് ടി ആൻഡ് ബോക്സ് യു. ബോക്സ് ടി ലിവ്സ് എബവ് ബോക്സ് യു. ഓൺലി വൺ പേഴ്സൺ ലിവ് ബിറ്റ്വീൻ ആർ ആൻഡ് എസ്. ഓൺലി വൺ പേഴ്സൺ ലിവ് ബിറ്റ്വീൻ ബോക്സ് എസ് ഇസ് സംവർ ബിലോ ടി. ബോക്സ് എസ് ഇസ് സംവർ ബിലോ ടി. അപ്പോൾ ഇതെല്ലാം കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ നമ്മൾക്ക് ബാലൻസ് വരുന്നത് ആരാണ്, ഡബ്ല്യു ക്യൂ വി, പിന്നെ ആരാണ്, പി ആണ്. അപ്പോൾ പി ഇവിടെ പ്ലേസ് ആയി. സോ ഡബ്ല്യു ക്യൂ വി പി ടി ആർ യു എസ് ആണ് ആൻസർ വരുന്നത്. മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ എന്താണ്, ഇതാണ് ഇവിടെ കുറച്ച് എന്താ പറയുക, നമുക്ക് ലാസ്റ്റ് നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. ഡബ്ല്യു ക്യൂ അടുപ്പിച്ച് വരും വേണം, ടി കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ട് യു വരും വേണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ കേസിൽ ഒരിക്കലും ഡബ്ല്യു ക്യൂ അടുപ്പിച്ചിടാൻ പറ്റില്ല. കാരണം എസിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ടി വരണം. അപ്പം ഡബ്ല്യു ക്യൂ അടുപ്പിച്ചിട്ട് ആ കണ്ടീഷൻ വരില്ല. പിന്നെ ഇവിടെ വരുന്നത് ഡബ്ല്യു ക്യൂ നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, DEEP സെറ്റ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് പാക്കേജ് എല്ലാം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എല്ലാവരും മാക്സിമം നമ്മുടെ ഈ വീഡിയോ ക്രാക്ക് വിത്ത് ജാക്കിലെ എല്ലാ വീഡിയോസും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾക്ക് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ അതുവരെയും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. SBI ക്ലർക്ക്, അതേപോലെ തന്നെ IBPS RRB എക്സാംസിനൊക്കെ. Okay, so thank you students, thank you, bye.